ഹലോ എവ്രി വൺ, ഒമർ മുഹമ്മദ് ഹിയർ. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ നീറ്റ് NTA 2021 ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. സോ അറിയാലോ, ഈ വർഷം ഒരു ചെറിയ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ 180 ക്വസ്റ്റ്യൻസ് ഇൻ 180 മിനിറ്റ്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു വർഷം മുതൽ വിൽ ബി ഹാവിങ് 200 ക്വസ്റ്റ്യൻസ്. പക്ഷേ ആ 200ൽ നമ്മൾ 180 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ 180 മിനിറ്റ്സ് ആണ്. ടൈം ലിമിറ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ പാറ്റേൺ? ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. നിങ്ങളിൽ പലർക്കും ഓൾറെഡി അറിയുന്നുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. നമുക്ക് 4 സബ്ജക്റ്റാണ് ഉള്ളത് അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. ഓരോ സബ്ജക്റ്റിലും നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു 2 സെക്ഷൻ, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. സെക്ഷൻ എയിൽ നമുക്ക് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. അത് മുൻ വർഷങ്ങളിൽ പോലെ ഒരു ഡിഫറൻസും ഇല്ല. അതായത് കറക്റ്റ് ആൻസർ ആണെങ്കിൽ +4, നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ -1. മുൻ വർഷങ്ങളിലെ പോലെ അപ്രോച്ചിലോ കാര്യങ്ങളോ ഒന്നിലും ഒരു ഡിഫറൻസ് വരുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പക്ഷേ ഇതിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് മാത്രം അപ്രോച്ച് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഒരു ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു പാറ്റേൺ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡസ് ദിസ് മേക്ക് എനി ചേഞ്ച് ഇൻ അവർ അപ്രോച്ച്? നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയും. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ ബാധിക്കുന്ന ഒരു കാര്യമാണോ ഇത്? ദ ആൻസർ ഇസ് നോ. നമ്മുടെ പ്രിപ്പറേഷനിൽ ഇത് കാരണം ഒരു വ്യത്യാസം നമ്മൾ വരുത്തേണ്ടതില്ല. കാരണം സിലബസിന് യാതൊരു മാറ്റവും. ഈ ഒരു സെക്ഷൻ ബി കൊണ്ടുവന്നിട്ടുള്ളത് ഈ വർഷം CBSE കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെഡ്യൂസ്ഡ് സിലബസിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ ബി വന്നിട്ടുള്ളത്. എന്നല്ലാതെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ യാതൊരു വ്യത്യാസം ഇത് കാരണം വരുത്തേണ്ടതില്ല. ഇനിയുള്ളത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് കിട്ടുകയാണ്. ക്വസ്റ്റ്യൻസ് വേണ്ടെങ്കിൽ ഒഴിവാക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ 15 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഈ 15ൽ ഏതൊക്കെ 10 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി എക്സാമിൻ്റെ ഒക്കെ അന്ന് ആ ഒരു പേപ്പറിൻ്റെ ഇടയിലുള്ള സ്ട്രെസ്സ് കാരണം, പിന്നെ ടൈമിൻ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് പലതും ആ ഒരു ദിവസം വന്നേക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷനായി മാറിയേക്കാം. സോ എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടു ബിഗിൻ വിത്ത്, നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ, ആസ് വി ഓൾവേസ് സേ ടു അവർ സ്റ്റുഡൻസ്, വി സ്റ്റാർട്ട് വിത്ത് അവർ പ്രിഫറൻഷ്യൽ സബ്ജക്റ്റ്. നമുക്കെല്ലാവർക്കും ഒരു കംഫർട്ടബിളായ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഈ 3 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഏറ്റവും കംഫർട്ടബിളായ സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും MCQs സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. യൂഷ്വലി മെജോറിറ്റി ആൾക്കാർക്കും ബയോളജിയാണ് ഏറ്റവും കംഫർട്ടബിൾ, പിന്നെ കെമിസ്ട്രി, ലീസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടാണ് ഫിസിക്സ് ഉണ്ടാവാറ്. അപ്പോൾ മിക്കവരും ആ ഒരു ഓർഡറാണ് ചെയ്യുന്നത്. ആദ്യം ബയോളജി സോൾവ് ചെയ്യും, പിന്നെ കെമിസ്ട്രി സോൾവ് ചെയ്യും, പിന്നെ ഫിസിക്സ് സോൾവ് ചെയ്യും. പക്ഷേ ഇതൊരു ഫിക്സ്ഡ് റൂളോ ലോ ഒന്നുമല്ല. പല സ്റ്റുഡൻസിനും ഇൻഡിവിജ്വലായ പ്രിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ, ആ സബ്ജക്റ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി കംപ്ലീറ്റ് തീർത്തതിന് ശേഷം നിങ്ങൾ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തിനാന്ന് വെച്ചാൽ നിങ്ങളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. OMR ഒക്കെ ബബിൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളൊരു സെക്ഷൻ്റെ കുറച്ച് ഭാഗം ചെയ്യുന്നു, പിന്നെ വേറെ ഏതോ ഒരു സെക്ഷൻ്റെ വേറെ കുറച്ച് ഭാഗം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ OMRലൊക്കെ നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ അനാവശ്യമായ കൺഫ്യൂഷൻസോ മാറിപ്പോകാനൊക്കെ സാധ്യതകളുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർഡറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഉള്ള സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ സെക്ഷൻ എ ആൻഡ് ബി സോൾവ് ചെയ്യുന്നു, പിന്നെ നമ്മൾ നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് പോകുന്നു. ആ ഒരു ഓർഡർ അങ്ങനെയാണ് നമ്മൾ പോവേണ്ടത്. സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ അതിലൊരു ചേഞ്ചും ഇല്ല. നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ പോലെ തന്നെ 35 കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ സോൾവ് ചെയ്ത് വരാം. പിന്നെയുള്ള സെക്ഷൻ ബി, ഇവിടെയാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ 10+5 അപ്രോച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു 10+5 എന്ന് പറയുന്നത്? അതായത് നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. ആ 15 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് വായിക്കുന്നതിന് പകരം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കുക. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നു, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. സോൾവ് ചെയ്താൽ ആൻസർ മാർക്ക് ചെയ്യാം.
പിന്നെ അങ്ങനെ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുക, തേർഡിലേക്ക് പോവുക. അങ്ങനെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് മാത്രം, എനിക്കൊരു ഓപ്ഷൻ ഇല്ല എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യുക. അതിനുശേഷം അതിലിപ്പോൾ എനിക്കൊരു 6-7 ക്വസ്റ്റ്യനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക, ഒരു ലാർജ് ചങ്ക് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള 3-4 ക്വസ്റ്റ്യന് വേണ്ടിയാണ് ഞാൻ 11 to 15 വായിക്കാൻ പോകുന്നത്. മനസ്സിലായോ? മിക്ക സ്റ്റുഡൻസും നിങ്ങളെല്ലാവരും ചെയ്യാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എക്സാമിൻ്റെ അന്ന് പോകും, സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് സൊല്യൂഷനിൽ പോകുന്നതിന് പകരം ഈ ഒരു സെക്ഷൻ ബിയിലത്തെ 15 ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ചു നോക്കും. എന്നിട്ട് അവിടെ നിന്നിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യാൻ നോക്കും ഏതൊക്കെയാണ് 10 വേണ്ടത് എന്നുള്ളത്. അവിടെയാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ പോകുന്നതും ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകാനും ചാൻസസ് ഉണ്ട്. അതിലും നല്ലത് നിങ്ങൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് വായിക്കുക, അത് ഫോക്കസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ നോക്കുക, അതിൽ മാക്സിമം തന്നെ അതിൽ സോൾവ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ബാക്കിയുള്ള 11 to 15 ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എന്തായാലും ലാഭിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സിസ്റ്റമാറ്റിക് കണ്ടീഷൻഡായി വരിക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നിയർലി 5 to 6 days ആണ് ബാക്കിയുള്ളത്. ഈ ഒരു 6 daysൽ നിങ്ങൾ ഡോപ്പയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഓരോ മോക്ക് എക്സാമിനും, നമ്മളെ ഓൾ കേരള എക്സാമിനും, നമ്മളെ ഡോട്ട് എക്സാമിനും, ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റിലും എല്ലാം നമ്മൾ പുതിയ OMR ഷീറ്റ് പാറ്റേണിൽ, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലാണ് ഇറക്കിയിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബിന് ഈ ഒരു അപ്രോച്ച് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഈ ഒരു 10+5 അപ്രോച്ച് യൂസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ 12th അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 15 ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ആദ്യം എല്ലാം വായിച്ച് നോക്കിയിട്ട് പിന്നെ ഏത് എടുക്കണം എന്നുള്ള, ഏത് സെലക്ട് ചെയ്യണം, ഏത് സോൾവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ടൈം ഒരുപാട് കളയാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളാരും ചെയ്യാതിരിക്കുക. So this is how we will approach our NEET NTA 2021 question paper. സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ്ലി ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് പോവുക. പിന്നെ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ 10+5 അപ്രോച്ച് യൂസ് ചെയ്യുക. ആദ്യം 10 ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൽ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് മാത്രം നമ്മൾ നെക്സ്റ്റ് 5ലേക്ക് ആ റെസിഡ്യൂ ഉള്ള ക്വസ്റ്റ്യൻ, ബാക്കി എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടി മാത്രമേ നമ്മൾ ലാസ്റ്റത്തെ 11 to 15 ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി OMR ബബ്ലിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡോപ്പ യൂട്യൂബ് പേജിൽ വീഡിയോ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾക്ക് അത് വിസിറ്റ് ചെയ്യാം. That's it for this video. All the very best for your NEET NTA 2021 entrance examination. Thank you.